السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين محمد صلى الله عليه وسلم على آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ മാസം നമുക്കതിൻ്റെ ആദ്യ 10 ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൂടുതലായി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നാം നിത്യേന മനസ്സിലാക്കുന്നു, നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റമദാൻ മാസത്തിലെ നിർബന്ധ നോമ്പിനെക്കുറിച്ച് നാം മനസ്സിലാക്കി വരുന്നതാണ്. എന്നാലും റമദാൻ മാസമാകുമ്പോൾ നോമ്പിനെക്കുറിച്ചും നോമ്പിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും നാം അതിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുമൊക്കെ ഒരു ഉണർത്തൽ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഓർമ്മിക്കൽ എന്ന നിലയ്ക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കലും ഓർമ്മിച്ചു കൊണ്ടിരിക്കലും ഒക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലെ 183 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ സത്യവിശ്വാസികളെ എന്നുള്ള വിളിച്ചുകൊണ്ട് നമ്മോടുള്ള പറയുകയാണ്, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പിനെ ഫർലാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഫർലാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുണ്ടായ സമുദായങ്ങൾക്കും നോമ്പിനെ നിർബന്ധമാക്കിയതാണ്. അതേപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണ് ഈ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടത്? ലഅല്ലക്കും തത്തഖൂൻ, നാം തഖ്വയുള്ളവരാകാൻ, ജീവിതത്തിൽ വിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ് ഈ നോമ്പ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുൻ സമുദായങ്ങൾക്ക് നോമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതുപോലെ ഒരു മാസത്തിൽ ഇത്ര നിർണയമായ ദിവസങ്ങളാണോ എന്നൊക്കെ നമുക്കറിയാത്ത കാര്യമാണ്. വ്യത്യസ്തങ്ങളായ സമുദായങ്ങളിൽ എന്തായാലും നോമ്പ് വ്രതാനുഷ്ഠാനം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ സമൂഹത്തിനും പ്രത്യേകമായി അല്ലാഹു തആല നിശ്ചയിച്ച മാസമാണ് റമദാൻ എന്ന് മാത്രം. റമദാനിൻ്റെ ഒരു ശ്രേഷ്ഠത, അല്ലെങ്കിൽ റമദാനിനെ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു നോമ്പുമായിട്ട് തിരഞ്ഞെടുത്തത്? റമദാനിന് അതിന് മുൻപ് തന്നെ വലിയ ശ്രേഷ്ഠത അള്ളാഹു കൽപ്പിച്ചത് നാം മനസ്സിലാക്കിയതാണല്ലോ. എന്താണത്? ഖുർആൻ അവതരിച്ച മാസമാണ് ഈ റമദാൻ മാസം. നോമ്പിനേക്കാളും ഈ മാസം ശ്രേഷ്ഠമാകുന്നത് ഈ മാസത്തിൽ ഖുർആൻ അവതീർണമായി എന്നതുകൊണ്ടാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജനനം മുതൽ മരണം വരെ അവൻ ജീവിക്കേണ്ട ജീവിതത്തിൻ്റെ മാതൃക, അല്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യൻ മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്ന അവനൊരു മാനിഫെസ്റ്റോ ആയി അള്ളാഹു ഇറക്കിയ പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത് റമദാൻ മാസത്തിലാണ്. എന്നതുകൊണ്ട് തന്നെ നോമ്പിന് മുന്നേ തന്നെ ഈ റമദാൻ മാസം എന്നുള്ളത് പവിത്രമായ മാസമായി അള്ളാഹു കൽപ്പിച്ചതാണ്. മറ്റുള്ള എല്ലാ മാസങ്ങൾക്കും, മറ്റുള്ള ഒരു മാസങ്ങൾക്കും ഇല്ലാത്ത ശ്രേഷ്ഠതയായി അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു എന്ന കാരണം കൊണ്ട് തന്നെ റമദാൻ മാസത്തിന് അള്ളാഹു ശ്രേഷ്ഠത നൽകി. ആ ശ്രേഷ്ഠത നൽകിയത് കൊണ്ട് തന്നെയാണ് അതേ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാനും അള്ളാഹു നമ്മോട് പറയുന്നത്. നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പൊതുവേ ഒരു പ്രയാസമുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അതിൻ്റെ അവസാനത്തിൽ ലഅല്ലക്കും തത്തഖൂൻ ആയത്തിൻ്റെ അവസാനമായി അല്ലാഹു പറഞ്ഞ നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോമ്പിന് ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലാഹു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരവധിയായ മഹത്വങ്ങൾ റമദാനിലെ നോമ്പനുഷ്ഠാനത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നു.
പക്ഷേ ആ നോമ്പ് എങ്ങനെയാകണം? അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞ രീതിയിലുള്ള സത്യസന്ധമായ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള നോമ്പായിട്ടത് മാറണം. അല്ലെങ്കിൽ നാം വെറുതെ ഈ ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങളെ മാറ്റി നിർത്തിയത് കൊണ്ടോ മാത്രം നോമ്പാകുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തിയതല്ലേ, മല്ലം യദ് ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമുഹു വശറാബഹു. കള്ളസത്യത്തെ അല്ലെങ്കിൽ കള്ളവർത്തമാനങ്ങളെ, ആ വർത്തമാനം കൊണ്ടുള്ള പ്രവർത്തനങ്ങളെ ഒരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ, അയാളുടെ ജീവിതത്തിൽ നിന്ന് അയാൾ മാറ്റി നിർത്തുന്നില്ല എങ്കിൽ അള്ളാഹുവിന് ഒരാവശ്യവുമില്ല നാം ഇങ്ങനെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയത് കൊണ്ട്, നോമ്പനുഷ്ഠിച്ച് ഇങ്ങനെ പട്ടിണി കിടന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. നോമ്പുകാരൻ അള്ളാഹു നൽകിയ പ്രത്യേകത അല്ലെങ്കിൽ ശ്രേഷ്ഠതകൾ എന്താണ്? എല്ലാ അമലുകളെക്കുറിച്ചും കൃത്യമായി അള്ളാഹു പ്രതിഫലത്തെ അള്ളാഹു നിർവചിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ കാര്യത്തിനും ഒരമല് ചെയ്താൽ ആ അമലിൻ്റെ അവൻ്റെ മനസ്സിൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ച് അതിൻ്റെ പ്രതിഫലങ്ങൾ വർദ്ധിക്കുന്നു. എന്നാൽ നോമ്പിനെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്? അസ്സൗമു ലീ വ അന അജ്സി ബിഹി. നോമ്പ് എൻ്റെതാണ്, എനിക്കുള്ളതാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ ആ നോമ്പിന് പ്രതിഫലം നൽകുന്നവൻ ഞാനാണ്. കൃത്യമായി അള്ളാഹുവിടെ നോമ്പിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു പറയാത്തത് എന്തുകൊണ്ടാണ്? അവൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ച്, നോമ്പിനോട് അവൻ കാണിച്ച ആത്മാർത്ഥതയനുസരിച്ച് എത്രയും പ്രതിഫലം അധികമാകാം, അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകാം എന്നതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അത് പ്രതിഫലം നിശ്ചയിക്കാതെ നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. മറ്റുള്ള എല്ലാ അമലുകൾക്കും, നാം ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും സുഹൃതങ്ങൾക്കും അള്ളാഹു തന്നെയാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, പ്രത്യേകമായ ഒരു അമലിനെ മാറ്റി നിർത്തിയ ആ അമലി ഞാനാണ് പ്രതിഫലം നൽകുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൻ്റെ ഇരട്ടിയും അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പവും കാണിക്കാനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോമ്പിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ, നോമ്പനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. കിതാബുകളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള മഹത്വങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സിയാം. ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെയും അവനുള്ളതാണ്, അതായത് അതിൻ്റെ പ്രതിഫലവും അവനിക്ക് ലഭിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇല്ല സിയാം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി വസ്സിയാമു ജുന്നത്തുൻ. ഞാനാണ്, ആ നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നവൻ എന്ന് പറഞ്ഞ് ഖുദ്സിയായ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന റിപ്പോർട്ടുകളാണ്. അള്ളാഹു പറയുന്നതാണ് നബിയോട്, വസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് എന്നുള്ളത് പരിചയാണ്. നോമ്പ് എന്നുള്ളത് പരിചയമാണെന്ന് പറഞ്ഞാൽ, നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാൾ മറ്റുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അയാൾ വിട്ടു നിൽക്കണം. അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹു പറഞ്ഞതുപോലെ നോമ്പനുഷ്ഠിച്ച ഒരാളാണെങ്കിൽ മറ്റുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവരിൽ നിന്ന് വരാൻ പാടില്ല എന്നർത്ഥം. പൊതുവെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട പല കാര്യങ്ങളിൽ നമ്മുടെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നാം പ്രവർത്തിക്കുന്ന ആളുകളാണ്. കച്ചവട രംഗത്ത്, ബിസിനസ് രംഗത്ത്, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ മറ്റുള്ള ഏത് മേഖലയിലാണെങ്കിലും, നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ആണെങ്കിലും അവിടെയൊക്കെയും നാം അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പരമാവധി നാം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ അത് റമദാനിലാകുമ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം അല്ലെങ്കിൽ അതിന് അളവറ്റ പ്രതിഫലം നമുക്ക് നൽകും എന്നാണ് ഈ ഹദീസുകളിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മെ പല ആളുകളും പല മേഖലകളിലും നാം പോകുമ്പോൾ നമ്മോട് പല കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുകയോ അല്ലെങ്കിൽ നമ്മോട് ചീത്ത പറയുകയോ ഒക്കെ ചെയ്യുന്ന സ്വാഭാവികമാണ്. എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ പോലും മൗനം പാലിച്ചുകൊണ്ട് ആരെങ്കിലും നമ്മോട് ഇങ്ങനത്തെ തർക്കത്തിന് വന്നാൽ അല്ലെങ്കിൽ നമ്മെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവരോട് ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നോമ്പുകാരനായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് തിരിച്ചു പറയാത്തത്, നോമ്പ് മുറിച്ചിട്ട് ഞാൻ തിരിച്ചു പറയാം എന്നാണോ? അല്ല, എൻ്റെ ഈ നോമ്പ് ഞാൻ ഇത്തരം കാര്യങ്ങൾ തിരിച്ചും അങ്ങോട്ട് പറഞ്ഞാൽ ആ നോമ്പിന് പിന്നെ എനിക്ക് പ്രതിഫലമില്ല, അല്ലേ? അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ നോമ്പുകാരനാണ്, എനിക്കതൊന്നും പറയാൻ പാടില്ലാത്തതാണ് എന്ന അർത്ഥത്തിൽ അതിൽ നിന്നൊക്കെ നാം മാറി നിൽക്കണം എന്നാണ് ആ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റമദാൻ മാസം അതിൻ്റെ പ്രത്യേകതയായിട്ട് നാം വളരെ പ്രഗത്ഭമായ ഒരു ഹദീസ് നാം കേൾക്കാറുണ്ടല്ലോ. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിനോട് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഈമാനോട് കൂടി ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അതുകൊണ്ട് പൊറുക്കപ്പെടും നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്ന്. അപ്പം ഇത്തരം നോമ്പിൻ്റെ വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ തന്നെയാണ് നാമൊക്കെയും. അതുകൊണ്ട് തന്നെ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും മറ്റുള്ള അമലുകൾ ചെയ്തുകൊണ്ടും നാം ധന്യമാക്കുക. പ്രത്യേകിച്ച് റമദാൻ ദിനരാത്രങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ പ്രതിഫലം ഉത്തരം കിട്ടുന്ന ദിനരാത്രങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. നാം അറിഞ്ഞുകൊണ്ട് ചെയ്തതും അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ നാം രഹസ്യമായും പരസ്യമായും ഗർവോടെയും അഹങ്കാരത്തോടെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെയും ഏറ്റു പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ മുൻപിൽ അതൊക്കെ തുറന്നു വെച്ച് അള്ളാഹുവിനോട് പാപമോചനത്തെ തേടി പൊറുപ്പിക്കേണ്ട ഒരു മനുഷ്യൻ്റെ ഈ റമദാൻ വന്നെത്തിയാൽ, അല്ലെങ്കിൽ റമദാൻ നോമ്പനുഷ്ഠിക്കലോടുകൂടി അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ മനസ്സിൽ നിന്ന് തെറ്റുകുറ്റങ്ങളൊക്കെ ഉതിർന്നു പോകുമെന്നാണ്. അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് നമ്മുടെ ശാരീരികവും മാനസികവുമായ നിലകളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് സംശുദ്ധമായ ഹൃദയത്തോടെ ഈ റമദാനിനെ യാത്രയാക്കുന്ന മുത്തഖീകളിൽ പെടാൻ നാം പരിശ്രമിക്കുക. ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ പ്രാർത്ഥനയുടെ, നമുക്കൊരുപാട് പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകാം, അത് നിറവേറാനും അങ്ങനെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനുമൊക്കെ സർവശക്തനായ റബ്ബിൻ്റെ മുൻപിൽ നമ്മുടെ ഈ മനസ്സും കൈകളും ഉയർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സുകൾ തുറന്നു വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ റമദാനിനെ പ്രാർത്ഥനയുടെ ദിനരാത്രങ്ങൾ കൂടിയാക്കി മാറ്റാൻ പരിശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറു സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.